കൊച്ചിയിൽ മത്സരത്തിനിറങ്ങുന്ന അർജന്റീന ടീമിന്റെ കളി കാണാൻ VVIP ടിക്കറ്റിന്റെ വില 50 ലക്ഷം രൂപ. 3 പേരടങ്ങുന്ന VVIP പാക്കേജിന് 1 കോടി രൂപ. ടിക്കറ്റ് വില 5000 മുതൽ 50 ലക്ഷം വരെ. സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ, വൻ നിരക്കാണ് ഇപ്പോൾ ഈ ടിക്കറ്റ് നിരക്കിലെ കാര്യങ്ങളൊക്കെ വരുന്നത്. സ്പോൺസർമാർ തന്നെയാണോ ഈ നിരക്ക് നിർണ്ണയിക്കുക? സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര തോതിലാണ് ആ നിരക്കും. സ്പോൺസർമാർ തന്നെയാണ് ഈ ടിക്കറ്റിൻ്റെ നിരക്ക് നിശ്ചയിക്കുന്നത്. എന്തായാലും 50 ലക്ഷം രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ നിരക്കായി വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പാക്കേജ് ഉണ്ട്. അത് 3 പേരടങ്ങുന്ന ഒരു പാക്കേജാണ്. അതിന് 1 കോടി രൂപയാണ് ആ ടിക്കറ്റിൻ്റെ വിലയായിട്ടുള്ളത്. 5000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിൻ്റെ വിലയായിട്ടുള്ളത്. 5000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ് ടിക്കറ്റിൻ്റെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അത് അവരുടെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും ഈ ടിക്കറ്റുകൾ ലഭ്യമാകുക. നിലവിലെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ച് ഒരു ടിക്കറ്റിൻ്റെ വില 50 ലക്ഷം രൂപ. അത് VVIP ടിക്കറ്റിനാണ് 50 ലക്ഷം രൂപ വെച്ചിരിക്കുന്നത്. നവംബർ 17-നാണ് അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം നടക്കുക. ആ മത്സരം കാണുന്നതിന് VVIP ടിക്കറ്റിന് 50 ലക്ഷം രൂപയായിരിക്കും ഒരാൾ നൽകേണ്ടി വരുന്നത്. സഹിൻ, എത്ര ടിക്കറ്റുകൾ വീതമായിരിക്കും ഈ VVIP കാറ്റഗറിയിൽ ഉണ്ടാവുക? ആ തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ ആ കാര്യങ്ങളിലേക്കൊക്കെ ഒരു അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. പക്ഷേ ടിക്കറ്റ് നിരക്ക് ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ടിക്കറ്റ് നിരക്ക് അനുസരിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ടിക്കറ്റിന് 50 ലക്ഷം രൂപ. ഒരു പക്ഷേ VVIP ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ പരിമിതപ്പെടുത്തിയായിരിക്കും ആ ടിക്കറ്റുകൾ നൽകുക. അതിനുശേഷം തൊട്ടുപുറകെ 25 ലക്ഷത്തിൻ്റെയും മറ്റ് 10 ലക്ഷത്തിൻ്റെയും എല്ലാം കണക്കുകൾ പുറത്തേക്ക് വരും. ഏറ്റവും കുറഞ്ഞ നിരക്കെന്ന് പറയുന്നത് 5000 രൂപയാണ്. അതായത് സാധാരണക്കാർക്ക് കൂടി കളി കാണുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിരക്ക് കൂടി തരപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും മത്സരം കാണുമ്പോൾ അത് ഇത്തിരി കടുപ്പമായിരിക്കും എന്നുള്ളതാണ് സൂചനയായി ലഭിക്കുന്നത്. VVIP ടിക്കറ്റിന്റെ വില മെസ്സിയെ കാണാൻ 50 ലക്ഷം വേണം എന്നാണ് സ്പോൺസർമാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.